ഹായ് ഗൈസ്, സോ നമ്മുടെ ബിസിനസ് എക്സാമിങ് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 5 മാർക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ വി ക്യാൻ go through some sure questions from all the chapters. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും ഫീച്ചേഴ്സും പഠിച്ചു വെക്കണം. കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് കൂടെ നോക്കി വെക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മുടെ ഫയലും ടൈലറും അത് പഠിച്ചെന്ന് വിചാരിച്ച് ഒരു നഷ്ടവും ഉണ്ടാവില്ല. 5-8 മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ബിസിനസ് എൻവയൺമെന്റിൽ നമ്മുടെ ബിസിനസ് എൻവയൺമെന്റിന്റെ ഡയമെൻഷൻസ് ആണ് ചോദിക്കുന്നത്. ലീഗൽ എൻവയൺമെന്റ്, സോഷ്യൽ എൻവയൺമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് കൃത്യമായിട്ട് എക്സാമ്പിൾസ് സഹിതം പഠിച്ചു വെച്ചോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും ടേബിൾ ഫോമിലൊക്കെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒക്കെ ആയിട്ടാണ് കാണാറുള്ളത്. അത് എന്തായാലും നോക്കി വെക്കണം. ഇനി പ്ലാനിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് പഠിക്കുക. അത് ചിലപ്പോൾ ഫീച്ചേഴ്സും ചോദിക്കും. ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും പഠിച്ചാൽ തന്നെ ഫീച്ചേഴ്സും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഇനി ഓർഗനൈസിംഗിൽ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ 2 ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനുമാണ് 5 മാർക്കിന് യൂഷ്വലി നമ്മൾ പാറ്റേൺ അനുസരിച്ചിട്ട് കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷന് നമ്മൾ നമ്മുടെ ലൈവ് സെഷനിൽ നടത്തുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾ വേണമെങ്കിൽ പ്ലീസ് ടു അറ്റൻഡ് ദ ലൈവ് സെഷൻ ടു. ഓക്കെ, ഇനി സ്റ്റാഫിങ്ങിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ നമ്മളെ പ്ലാനിങ് പോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ്, പ്രോസസ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, റിക്രൂട്ട്മെൻറ്റിൻ്റെ സോഴ്സസ് ഉണ്ടല്ലോ, ഇൻറ്റേർണലും എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് എസ്സേ ഓർ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് ഈ ചാപ്റ്റർ നിന്നിട്ട് ചോദിക്കാൻ പോകുന്നത്. ഇനി 5 മാർക്കിനാണെങ്കിൽ അതേ ഇതിൻ്റെ കൂടെ തന്നെ ഓൺ ദി ജോബ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡയറക്റ്റിംഗിൽ നോക്കുകയാണെങ്കിൽ എലമെന്റ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇല്ലേ, അതും ഓട്ടോക്രാറ്റിക് ആൻഡ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൺട്രോളിങ്ങിൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ചോദിക്കുക ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇത് രണ്ടിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. പഠിച്ചുകൊണ്ട് നഷ്ടമില്ല, എന്തായാലും ചോദിക്കും. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് ചോദിക്കും. നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് പീസ് ഉണ്ടല്ലോ, ആ 4 പീസ് പഠിച്ചു വെക്കണം. ആൻഡ് ഓൾസോ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിസ് ഔട്ട് ചെയ്യരുത്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ചിലപ്പം അത് പ്ലസ് വെയിറ്റേജ് ആണ്, പക്ഷെ എന്നാലും മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോളോഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് 5 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ ചെറിയൊരു മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് ഫ്രം ഓൾ ദി ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും ഇത് കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ മറക്കണ്ട, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് കുറച്ചുകൂടെ വീഡിയോസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ CUT ബാച്ച് അടിപൊളിയായിട്ട് റൺ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ബാച്ച് മാർച്ച് 29 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ നമുക്ക് വേണ്ടേ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ രജിസ്ട്രേഷൻ എൻഷുർ ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ എക്സാംസ് വരെ ഫുള്ളി ഓൺ ആയിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്.